Hello everyone, welcome to the YouTube channel of Xylem SSC and RRB. നമ്മുടെ SSC CGL എക്സാമിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായി സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ടെക്നിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മെത്തേഡിന്റെ പേര് ഇതാണ് ഗോൾഡൻ റേഷ്യോ മെത്തേഡ്. അതെ, ഗോൾഡൻ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ ഈസിയായി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഗോൾഡൻ റേഷ്യോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സാധാരണയായി 2 ഇയർ 3 ഇയർ 4 ഇയർ 5 ഇയർ ഡ്യൂറേഷൻ്റെ ഒക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് ചോദിക്കാറ്. അപ്പോൾ ഈ ഇയറുകളുടെ ഗോൾഡൻ റേഷ്യോ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇപ്പൊ 2 ഇയർ അല്ലെ, 2 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 2 എന്നറിയാം. അപ്പം അവരുടെ ഗോൾഡൻ റേഷ്യോയിൽ 2 ഡിജിറ്റ്സ് ഉണ്ടാകും. ഒന്നാമത്തെ ഡിജിറ്റ് 2 ഇയർ, അതിലെ 2 എന്ന പോലെ 2 തന്നെ ആയിരിക്കും. എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 2:1 ആണ് 2 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 3 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് എഴുതി നോക്കാം. 3 ഇയർ അല്ലെ, 3 എന്ന് പറയുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും? 3-ലായിരിക്കും. 3 വരുമ്പോൾ സ്റ്റാർട്ടിങ് എപ്പോഴും 3, 2 വരുമ്പോൾ സ്റ്റാർട്ടിങ് എപ്പോഴും 2. ഇനി രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മുകളിലുള്ള ഈ 2ഉം 1ഉം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഇനിയോ 3 ഇയർ എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ടാവണം ഡിജിറ്റ്സ്, 2 എണ്ണം ഓൾറെഡി ആയി കഴിഞ്ഞു. എൻഡ് ചെയ്യുന്നത് എപ്പോഴും 1-ലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. സോ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 3 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് 3:3:1. അങ്ങനെയാണെങ്കിൽ 4 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? 4 ഇയർ. അപ്പൊ സ്റ്റാർട്ടിങ് എപ്പോഴും 4-ലായിരിക്കും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യുക. 3+3 നമുക്ക് 6 കിട്ടും. നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 3ഉം 1ഉം ആഡ് ചെയ്യുക, 4 കിട്ടും. അപ്പോൾ 4 ഇയർ ആണ്. അപ്പോൾ 4 ഡിജിറ്റ്സ് ഉണ്ടാവണം. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻഡിങ് എപ്പോഴും 1-ലായതുകൊണ്ട് അത് 1 ആയിരിക്കും. അപ്പോൾ 4 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് 4:6:4:1 ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് എഴുതി നോക്കാം. 5 ഇയർ അല്ലേ, അപ്പോൾ സ്റ്റാർട്ടിങ് 5-ലായിരിക്കും. അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 6+4 10 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് ഈ 6+4 ആഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? 10 ആയിരിക്കും. അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 4+1 ആഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. സോ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 5 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത് 5:10:10:5 എന്നുള്ളതായിരിക്കും. ഇതാണ് 2 ഇയർ 3 ഇയർ 4 ഇയർ 5 ഇയർ ഗോൾഡൻ റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ 6 ഇയറും 7 ഇയറും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതൊക്കെ ധാരാളം മതി. ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗോൾഡൻ റേഷ്യോ ഒന്ന് ഓർമ്മയിൽ വെച്ചോളുക. ഇത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ പെട്ടെന്ന് 3 ഇയർ എന്ന് പറയുമ്പോൾ 3 ഇയറിന്റെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 3:3:1 എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡിൽ വരും. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സാമ്പിൾ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സം ഓഫ് ₹20,000 is given on 5% compound interest for 3 years. Find the total compound interest. അപ്പോൾ 5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് ഈ 20,000 കൊടുത്തിരിക്കുന്നത്. അപ്പം 3 വർഷത്തേക്കാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ തുക 20,000 ആണ്. നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. അപ്പോൾ 5%നെ നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂയിലോട്ട് മാറ്റി എഴുതുക. അത് 1/20 ആണ്. ഇനി 20,000 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇയറിലേക്കുള്ള ഗോൾഡൻ റേഷ്യോ നമുക്കറിയാം. അത് 3:3:1 എന്നുള്ളതാണ്. 3:3:1 ആണ് 3 ഇയറിലേക്കുള്ള ഗോൾഡൻ റേഷ്യോ. ഇനി നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ആയ 20,000നെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഫ്രാക്ഷണൽ വാല്യൂ ആയ 1/20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 20യും 20യും ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 1000 എന്ന് കിട്ടുന്നു. ഈ 1000 എന്ത് ചെയ്യുന്നു? നേരെ ഈ 3യുടെ അണ്ടറിലേക്ക് നമ്മൾ എഴുതുന്നു. സോ ഇവിടെ നമുക്ക് കിട്ടിയ ഈ 1000നെ ഈ 3യുടെ അണ്ടറിലോട്ട് എഴുതുന്നു. ഇനി ഈ 1000നെ 1/20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതുന്നു. സോ 1000 × 1/20 നമുക്ക് കിട്ടും 50. ഇനി ഈ 50യെ 1/20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 50 × 1/20 എന്ന് പറയുന്നത് 2.5 ആണ്. സോ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി.
ഈ 3നെ ഈ 1000 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 into 1000 പ്ലസ് അഗെയിൻ ഈ 3നെ 50 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 50 പ്ലസ് ഈ 1നെ 2.5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് 1 into 2.5. 1 into 2.5. സോ നമുക്ക് കിട്ടും 3000 പ്ലസ് 150 പ്ലസ് 2.5. അതായത് 3152.50 എന്ന ആൻസർ ആയിരിക്കും കിട്ടുക. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമ്മുടെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ഈ 3:1 മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതായത് 3 into 50 150, 1 into 2.5 which is equal to 2.5. So 150 plus 2.5 152.5 ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈ ഗോൾഡൻ റേഷ്യോ അറിയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എല്ലാ വർഷവും ഒരേ ഇൻട്രസ്റ്റ് ആയിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇവിടെ 3 വർഷം എന്താണ് 5% തന്നെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ SSC CGLന്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. SSC CGL മാസ്റ്റർ ബാച്ച് എന്നുള്ളതാണ് ആ ബാച്ചിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു CGL എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിലേക്ക് ഒക്കെ ക്രാക്ക് ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് കയറുക എന്നുള്ളത്. സോ നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ബാച്ചാണ് SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. കുറഞ്ഞ ഫീസ്, മികച്ച പരിശീലനം, ഉറപ്പുള്ള വിജയം എന്നിവയൊക്കെയാണ് ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ബാച്ചിൽ നമുക്ക് 200+ hours ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതേപോലെ 3 to 4 hours ഡെയിലി ക്ലാസ്സുകളും 6 to 7 days വീക്ക്ലി ക്ലാസ്സസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. SSC CGL Tier 1ൻ്റെ ഒരു ക്രാഷ് കോഴ്സാണിത്. സോ ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 1999 ആണ്. സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഫീലാണ് ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഒരു SSC CGL എക്സാം ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡ്രീമായിട്ട്, ഒരു സ്വപ്നമായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനൊരു സ്വപ്നമല്ല, അതൊരു റിയാലിറ്റി തന്നെയാണ്. നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നു എന്നത് ഒരു റിയാലിറ്റിയാണ്. അങ്ങനെ ഒരു മികച്ച ഒരു കരിയറിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. സൈലം ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ലൈവായി തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ സൈലം SSC-RRBയുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിനോടൊപ്പം സൈലവും കൂടെയുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.